ഹായ്, നമസ്കാരം. ആ, ഞാനൊരു യാത്രയിലാണ്. ശരിക്കും പറഞ്ഞാൽ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു സ്ഥലത്താണ് ഞാനിപ്പോൾ വന്നത്. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരിടമാണ്. വേറെ ഒരിടത്തുമല്ല, നമ്മുടെ ആലപ്പുഴക്കടുത്ത് പുന്നമട കായലിൻ്റെ സൈഡിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. നമ്മൾ ഒരുപാട് ബോട്ട് സർവീസിൻ്റെ നടുവിൽ നമ്മളിങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പൊളി വൈബാണ്. നിങ്ങൾ എല്ലാവരും വരണം, ഒരു പ്രാവശ്യമെങ്കിലും വന്ന് ഈ ഒരു വൈബ് നിങ്ങൾ ആസ്വദിക്കുക. ആലപ്പുഴ വന്നു കഴിഞ്ഞാൽ ഈ സ്ഥലം വിസിറ്റ് ചെയ്യാത്ത മലയാളികളില്ല. മലയാളികൾ മാത്രമല്ല, ഫോറിനേഴ്സ്, പുറത്തുള്ള ആളുകൾ എല്ലാവരും ഈ സ്ഥലം വിസിറ്റ് ചെയ്യും. അത്രയ്ക്ക് ഭംഗിയും ഗൃഹാതുരത്വവും ഹരിതവും നിറഞ്ഞതാണ്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? അതോ ബാക്കിലൊക്കെ നോക്കി എന്തുമാത്രം ഹൗസ് ബോട്ടുകളാണ് കിടക്കുന്നത്, എന്തുമാത്രം സഞ്ചാരികളാണ് വന്നു പോകുന്നത്. ഒരു പ്രീമിയം സ്പോട്ട് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. കുട്ടനാടിൻ്റെ ഭംഗി വിളിച്ചു ഓതുന്ന ഒരു സ്ഥലമാണ് നമ്മൾ കാണുന്നത്. എൻ്റെ പേര് ലിനോഷ് എന്നാണ്. ഞാൻ പുന്നോടെ തന്നെയാണ് താമസിക്കുന്നത്. നമ്മുടെ ബോട്ട് സർവീസിൻ്റെ പേര് ആദിലക്ഷ്മി ക്രൂസ് എന്നാണ്. പിന്നെ നമ്മളത് സ്റ്റാർട്ട് ചെയ്തിട്ടിപ്പോൾ ഒരു 20 വർഷത്തിന് മേളിലായി നമ്മൾ ഈ ഫീൽഡിൽ ഇറങ്ങിയിട്ട്. പിന്നെ നമ്മൾ വളരെ ഏറ്റവും തുച്ഛമായ ലോ റേറ്റിലാണ് നമ്മളിവിടെ സർവീസ് നടത്തുന്നത്. നമ്മൾ കൊണ്ടുപോകുന്ന സ്ഥലങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ആലപ്പുഴയിലെ ഏറ്റവും പ്രസിദ്ധമായ നെഹ്റു ട്രോഫി കൊണ്ടു നടക്കുന്ന സ്ഥലം, ഷൂട്ടിംഗ് പ്ലേസ്, വെമ്പനാട്ട് കായൽ, റൈസ് ഫീൽഡ് ഐലൻഡ്, ഫുൾ വില്ലേജ് കവർ ചെയ്താണ് നമ്മൾ വരുന്നത്. ആൾക്കാർക്ക് നഷ്ടം വന്നു കഴിഞ്ഞാൽ ഒരു ബുദ്ധിമുട്ടുണ്ടാക്കാത്ത രീതി അവർക്ക് 5 പേർക്ക് നമുക്ക് ഈ ബോട്ടിൽ പോവുകയും ചെയ്യാം. നല്ല സൈറ്റ് സീനിങ് കണ്ട് അവർക്ക് സന്തോഷമായിട്ട് തിരിച്ചു പോകാം. പിന്നെ ഓൺ ദ വേ റെസ്റ്റോറൻ്റ് ഉണ്ട്, ഈഗിൾ പോയിൻ്റ് ഉണ്ട്. പിന്നെ പല നല്ല വിസിറ്റ് ചെയ്യാൻ പറ്റിയ നല്ല സ്ഥലങ്ങളുണ്ട്. അവിടെ എല്ലാം കവർ ചെയ്ത് ഒരു മിനിമം ഒരു 3 മണിക്കൂർ ഉണ്ടെങ്കിൽ ഫുൾ കവർ ചെയ്ത് എല്ലാ ഏരിയയും കണ്ടു. നല്ല സൈറ്റ് സീനായിരിക്കും. ആൾക്കാർക്ക് നല്ല ആലപ്പുഴ പട്ടണത്തിൽ അതിമധുരം വിതറിയോളെ, ആലപ്പുഴ പട്ടണത്തിൽ അതിമധുരം വിതറിയോളെ, ആലപ്പുഴ പട്ടണത്തിൽ അതിമധുരം വിതറിയോളെ. കണ്ണും കണ്ണും കടം പറഞ്ഞു, കടം കഥയിൽ മനം പുകഞ്ഞു. കണ്ണും കണ്ണും കടം പറഞ്ഞു, കടം കഥയിൽ മനം പുകഞ്ഞു. കൊതിപ്പിച്ചു കടന്നതെന്തേ കുട്ടനാട്ടുകാരി, എന്നെ കൊതിപ്പിച്ചു കടന്നതെന്തേ കുട്ടനാട്ടുകാരി. സൂപ്പർ വൈബ്. ഇതൊന്ന് കാണേണ്ട കാഴ്ചയാണ്. നിങ്ങൾ വെക്കേഷൻ സമയത്ത് വന്ന് അടിച്ചു പൊളിക്കാൻ പറ്റിയ ഒരു ഇടമാണ്. നമ്മളിപ്പം ഇതിൻ്റെ അകത്ത് കണ്ടൽക്കാടിൻ്റെ സൈഡിൽ കൂടെയാണ്. കണ്ടൽക്കാടുകൾ നമ്മുടെ ഈ ശാലീന സുന്ദരമായ സ്ഥലത്ത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വരുമ്പോൾ മനസ്സിനൊരു സന്തോഷമാണ്. അത്രയ്ക്ക് വൈബാണ് ഇവിടെ വരുമ്പോൾ. അടിപൊളിയാണ്. ഈ കണ്ടൽക്കാടിൻ്റെ നടുവിലൂടെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്.
നമ്മളിന്ന് യാത്ര വൈൻഡപ്പ് ചെയ്തു. വളരെ ഭംഗിയായിരുന്നു നമ്മുടെ ഇന്ന് ഈ കായലിൻ്റെ നടുവിലുള്ള യാത്ര. ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു ഞാനും എൻ്റെ ചങ്കും. അപ്പോൾ നിങ്ങളെല്ലാവരും വന്ന് ആസ്വദിക്കുക. ഇപ്പോൾ വെക്കേഷൻ ടൈമാണ്. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു ബോട്ടാണ് നമ്മൾ തിരഞ്ഞെടുത്തത്. ബാക്കിയുള്ള ഡീറ്റെയിൽസ് എല്ലാം നമ്മളിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യുക, വരിക, എൻജോയ് ചെയ്യുക.